എനിക്ക് ചെറുതായിരുന്നപ്പം കസിൻസിന്റെ ഒക്കെ കല്യാണത്തിന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നേ. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് കല്യാണ കൊയറിൽ പാടണം. ആ കല്യാണ കൊയർ പാടുമ്പോൾ ഈ ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടാട്ടോ. അപ്പൊ അങ്ങനെ ഭയങ്കര പാട്ടാന്ന് മനസ്സിലാക്കണല്ലോ, ഇപ്പൊ ടൈറ്റിൽ കണ്ടല്ലോ. അപ്പൊ ഈ പാട്ട് എങ്ങനെയെങ്കിലും പാടണം പാടണം എന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 8th 9th പഠിക്കുന്ന ഒരു സമയത്ത് തന്നെ ആദ്യമായിട്ട് കല്യാണത്തിന് കൊയറിന് പാടാനായിട്ട് വിളിച്ചു. അപ്പൊ പാടാൻ വിളിച്ചതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു പുതിയ കൂതാശകളുടെ ബുക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ബുക്ക് കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇതിനകത്ത് പാട്ടെല്ലാം പഠിക്കണം കേട്ടോ അമ്മ, എന്നിട്ട് വേണം കൊയറിന് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എല്ലാം എഗ്രി ചെയ്ത് ബുക്കൊക്കെ വാങ്ങിച്ച് ബുക്ക് തുറന്നു നോക്കിയപ്പോ ഞാൻ ആഗ്രഹിച്ചിരുന്ന ആ പാട്ട് മാത്രം അതിനകത്തില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നിട്ട് ഞാനിങ്ങനെ പേജസ് എല്ലാം മറിച്ച് നോക്കിയിട്ട് ഞാനിങ്ങനെ ആ ചേട്ടനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഇതിനകത്ത് ആ പാട്ടില്ലല്ലോ, പുതിയ കുടുംബത്തിന് പാട്ട് ഇതിനകത്തില്ലല്ലോ രോം ചേട്ടാ എന്ന് പറഞ്ഞു. അവ പറഞ്ഞു, ആ നോമ അത് പാട്ടെല്ലാം മാറ്റം വരുത്തി, ആ പാട്ട് ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കാണെങ്കിൽ ആ പാട്ട് പാടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിങ്ങനെ കല്യാണ കൊയറിന് പാടാൻ ഇതുപോലെ ആഗ്രഹിച്ച്. അയ്യോ നമുക്കിനി പാടാനേ പറ്റത്തില്ല, ആ പാട്ട് ഒരിക്കലും പാടാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചാൽ പറഞ്ഞു, സാരമില്ല, നമുക്കത് കുർബാന കഴിഞ്ഞ് കഴിയുമ്പോൾ നേർച്ചയൊക്കെ ഇടുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ നമുക്ക് പാടാന്ന് പറഞ്ഞു. അങ്ങനെ ആഗ്രഹിച്ച് മോഹിച്ച് ആദ്യമായിട്ട് കല്യാണ കൊയറിന് കയറി പാടാൻ പോയപ്പോ കുർബാന കഴിഞ്ഞ് അവർ നേർച്ചയ്ക്ക് ഇടുന്ന ഒരു സമയമുണ്ടല്ലോ, ചെറുക്കനും പെണ്ണും വധുവരന്മാരും ഇങ്ങനെ നേർച്ചയ്ക്ക് ഇടാൻ പോകുന്ന ആ ഒരു ടൈമിൽ ഈ പാട്ട് പാടിയിട്ടു. ആദ്യമായിട്ട് ഞാൻ പാടുന്ന അന്നായിരുന്നു. എനിക്കെന്തോ ഭയങ്കര വലിയൊരു സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു. കാരണം എത്ര വർഷങ്ങളായിട്ട് കുഞ്ഞായിരുന്ന പോലെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പാട്ട്, ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുമായിരിക്കും ഇപ്പൊ ഈ പാട്ട്. ഒരു 15-20 വർഷം മുമ്പൊക്കെ കല്യാണം കഴിഞ്ഞ ആളുകളുടെ സമയത്ത്, ആ കല്യാണത്തിന്റെ സമയത്ത് അവരുടെ താലികെട്ടിന് പാടുന്ന ഒരു പാട്ടായിരുന്നു ഇത്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ നൊസ്റ്റു അടിക്കുമായിരിക്കും. കറക്ഷൻസ് ഉണ്ടാവും, അറിയാലോ, നമ്മൾ വലിയ പെർഫെക്ഷനോട് കൂടിയല്ലോ പാടുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ആ പാട്ട് പാടാം. ഓക്കെ. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു.